ഹലോ ഗായ്സ്, ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക്ക് സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ്. ഓക്കെ, ഈസിക്കാരുടെ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ 5th മോഡ്യൂള്, അതുപോലെ തന്നെ AEEE ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇവർക്ക് അഡ്വാൻസ് കൺട്രോൾ തിയറിയിൽ പാർട്ടാവുന്ന ഒരു ടോപ്പിക്കാണ് സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അഡ്വാൻസ് കൺട്രോൾ തിയറിയുടെ 3rd ഉം 4th ഉം മോഡ്യൂളായിട്ട് വരുന്നതാണ് ഈ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ്. അപ്പം എന്താണ് സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ്? നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഹോൾ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു GOS തരും. ഓക്കെ, ഒരു സിസ്റ്റത്തിൻ്റെ GOS എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ഫങ്ഷൻ ആയിരിക്കും. ഓക്കെ, എന്താണ് ട്രാൻസ്ഫർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ? ട്രാൻസ്ഫർ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ബൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് with initial conditions is equal to 0. Okay, initial conditions 0 ആകുമ്പം കിട്ടുന്ന ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ബൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ടിനെയാണ് ട്രാൻസ്ഫർ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹോൾ ത്രൂ ദ കൺട്രോൾ സിസ്റ്റം, ലീനിയർ കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ബൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആയിട്ട് കിട്ടുന്ന ഈ GOSനെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഈ GOS ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു മോഡലിന് പറയുന്നതാണ് ട്രാൻസ്ഫർ ഫങ്ഷൻ അനാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫങ്ഷൻ മോഡൽ, ഫങ്ഷൻ അപ്രോച്ച്. ഓക്കെ, സോ അത് നമ്മൾ സിസ്റ്റം സ്റ്റെബിലിറ്റിയൊക്കെ നോക്കിയത് ഈ ട്രാൻസ്ഫർ ഫങ്ഷൻ വെച്ചിട്ടുള്ള അപ്രോച്ച് വെച്ചിട്ടുള്ള രീതിയിലാണ്. നമ്മൾ ബോർഡേ പ്ലോട്ട് വെച്ചിട്ടോ റൂട്ട് ലോക്കസ് വെച്ചിട്ടോ അല്ലെങ്കിൽ റൂട്ട് ക്രൈറ്റീരിയ വെച്ചിട്ടോ പോളാർ പ്ലോട്ട് വെച്ചിട്ടോ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ വെച്ചിട്ടോ എല്ലാം നമ്മൾ സ്റ്റെബിലിറ്റി ഓഫ് എ സിസ്റ്റം അനലൈസ് ചെയ്തത് ഈ ട്രാൻസ്ഫർ ഫങ്ഷൻ വെച്ചിട്ടാണ്. ഓക്കെ, സോ ഈ ട്രാൻസ്ഫർ ഫങ്ഷൻ അപ്രോച്ചിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, ആദ്യത്തെ ഡിസഡ്വാൻറ്റേജസ് ഇനീഷ്യൽ കണ്ടീഷൻ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഓക്കെ, സോ ട്രാൻസ്ഫർ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 ഇനീഷ്യൽ കണ്ടീഷനിലാണ്. ഓക്കെ, സോ ഇനീഷ്യൽ കണ്ടീഷൻ 0 ആയിട്ടുള്ള സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് അതിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ഇത് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഒരു LTI സിസ്റ്റത്തിലാണ്, ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം. ഓക്കെ, നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ കാണുന്നത് കൺസിഡർ ആൻ LTI സിസ്റ്റം ഹൂസ് ട്രാൻസ്ഫർ ഫങ്ഷൻ ഇസ് ഗിവൺ ബൈ, അല്ലെങ്കിൽ എ ക്ലോസ്ഡ് ലൂപ്പ് LTI സിസ്റ്റം ഹൂസ് ട്രാൻസ്ഫർ ഫങ്ഷൻ ഇസ് ദിസ്. ഓക്കെ, ദെൻ പ്ലോട്ട് ദ ബോർഡേ പ്ലോട്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്. സോ ട്രാൻസ്ഫർ ഫങ്ഷൻ അപ്രോച്ച് ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനീഷ്യൽ കണ്ടീഷൻസ് 0 ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ആയിരിക്കും ട്രാൻസ്ഫർ ഫങ്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫങ്ഷൻ ഈസ് ഡിഫൈൻഡ് അണ്ടർ 0 ഇനീഷ്യൽ കണ്ടീഷൻ. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഫങ്ഷൻ അപ്രോച്ച് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ബൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് എന്നാണ് പറയുന്നത്. That is, transfer function is applicable for only single input single output system, SISO. ഓക്കെ, ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉള്ള ഒരു സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് ഈ ട്രാൻസ്ഫർ ഫങ്ഷൻ അനാലിസിസ് നടത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഡസൻറ്റ് പ്രൊവൈഡ് എനി ഇൻഫർമേഷൻ അബൌട്ട് ദ internal state of the system. ഓക്കെ, സോ ഇതാണ് ട്രാൻസ്ഫർ ഫങ്ഷൻ അനാലിസിസിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ. ട്രാൻസ്ഫർ ഫങ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 ഇനീഷ്യൽ കണ്ടീഷനിലാണ്. ഈ അനാലിസിസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റമാണ്. ഓക്കെ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ, സോ സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് സിസ്റ്റത്തിൽ മാത്രമേ ട്രാൻസ്ഫർ ഫങ്ഷൻ അനാലിസിസ് പറ്റത്തുള്ളൂ.
ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം അത് നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യത്തില്ല. കാരണം എന്താണ്, നമുക്ക് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് മാത്രമേ ട്രാൻസ്ഫർ ഫംഗ്ഷനായിട്ട് കിട്ടുന്നുള്ളൂ. ഓക്കെ, സോ ഈ ഡ്രോബാക്സിനെ മാറ്റണം. അതായത് നമുക്ക് ചില സിസ്റ്റംസ് എടുക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇൻപുട്സ് കാണാം. ഓക്കെ, ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉള്ള സിസ്റ്റംസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കേസസിൽ അങ്ങനത്തെ ഒത്തിരി ഇൻപുട്സ് ഉള്ള മൾട്ടിപ്പിൾ ഇൻപുട്സ് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് സിസ്റ്റം. ഓക്കെ, സോ മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് സിസ്റ്റം ഡിസൈൻ അല്ലെങ്കിൽ അനാലിസിസ് പർപ്പസിന് നമുക്ക് വേറൊരു മെത്തേഡ് ആവശ്യമായിട്ട് വന്നു. സോ ആ സമയത്താണ് നമ്മൾ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസിന് പോകുന്നത്. സ്റ്റേറ്റ് സ്പേസ് അപ്രോച്ച്. ഓക്കെ, ഇതൊരു മോഡേൺ അപ്രോച്ചാണ് ആൻഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇപ്പം എല്ലാം ഡിജിറ്റൈസ്ഡ് ആണ്. ഓക്കെ, സോ ഈ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് എന്ന് പറയുന്ന അനാലിസിസ് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ നമുക്ക് ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം കൺസിഡർ ചെയ്യാം. അതുപോലെ ഇത് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഈ ഡ്രോബാക്സിനെ എല്ലാം കളയും. ഓക്കെ, ഇനി ഇത് ലീനിയർ സിസ്റ്റത്തിനും നോൺ ലീനിയർ സിസ്റ്റത്തിനും ടൈം ഇൻവേരിയിങ് സിസ്റ്റത്തിനും ടൈം വേരിയിങ് സിസ്റ്റത്തിനും നമുക്ക് യൂസ് ചെയ്യാം. മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ലീനിയർ സിസ്റ്റം, ഓക്കെ, ടൈം വേരിയിങ് സിസ്റ്റം, ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം. നോൺ ലീനിയർ സിസ്റ്റം. ഓക്കെ, എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ ഏത് സിസ്റ്റത്തിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനീഷ്യൽ കണ്ടീഷൻസ് നമുക്ക് വെച്ചിട്ട് നമുക്ക് അനാലിസിസ് നടത്താം. അതുപോലെ തന്നെ നമുക്ക് എന്താണ് എല്ലാ വേരിയബിൾസും റെപ്രസെൻ്റ് ചെയ്യാം. അതായത് ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഓക്കെ, സോ മെഷറബിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒബ്സർവബിൾ ആയിട്ടുള്ളതോ എങ്ങനത്തെ പിന്നെ വേരിയബിൾസ് ആണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിത്ത് സ്റ്റേറ്റ് സ്പേസ് അപ്രോച്ച് ഓഫ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി എന്താണ് സ്റ്റേറ്റ് വേരിയബിൾസ്, എന്താണ് സ്റ്റേറ്റ് വെക്റ്റർ, ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് ആണ്. ഓക്കെ, ഈ ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് സമറൈസസ് ദ ഹിസ്റ്ററി ഓഫ് ദ സിസ്റ്റം. ഓക്കെ, സോ ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് ദാറ്റ് സമറൈസസ് ദ ഹിസ്റ്ററി ഓഫ് ദ സിസ്റ്റം. ഹിസ്റ്ററി ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സിസ്റ്റം ഇതുവരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹിസ്റ്ററി. ഓക്കെ, വർക്കിംഗ് ഹിസ്റ്ററി, ആ ഹിസ്റ്ററീനെ സമ്മറൈസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ്. ഓക്കെ, എന്തിനാണ് ആ ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് വിൽ പ്രെഡിക്റ്റ് the future values. Okay, so state എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേരിയബിൾ. Okay, that summarizes the history of the system in order to predict the future values. So future values predict ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് ആണ്. ആൻഡ് അതിന് കിട്ടുന്ന ഇൻഫർമേഷൻ എവിടെ നിന്നാണ്, ഹിസ്റ്ററി ഓഫ് ദ സിസ്റ്റത്തിൽ നിന്നാണ്.
ഓക്കെ, സോ ഇത് എന്താണ് സ്പെസിഫിക് ഡെഫിനിഷൻ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ദ സ്റ്റേറ്റ് ഓഫ് എ ഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇസ് എ മിനിമൽ സെറ്റ് ഓഫ് വേരിയബിൾസ്. ഓക്കെ, മിനിമൽ സെറ്റ് ഓഫ് വേരിയബിൾസ്, ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസിന് പകരം പറഞ്ഞേക്കുന്ന മിനിമൽ സെറ്റ് ഓഫ് വേരിയബിൾസ് സച്ച് ദാറ്റ് the knowledge of these variables, ഏത് വേരിയബിൾസ്, the knowledge of this group of variables at t is equal to t0, okay, together with the knowledge of the inputs for t greater than or equal to t0 determines the behavior of the system for t greater than t0. Okay, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡൈനാമിക് സിസ്റ്റം ഉണ്ട്. ഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേഷനറി അല്ല, വേരിയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൂവിങ് ആയിട്ടുള്ള ഒരു സിസ്റ്റമുണ്ട്. ഓക്കെ, സോ ഡൈനാമിക് സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമൽ സെറ്റ് ഓഫ് വേരിയബിൾസ് ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് ആണ്, വിച്ച് സമ്മറൈസസ് ദ ഹിസ്റ്ററി ഓഫ് ദ സിസ്റ്റം ടു പ്രെഡിക്റ്റ് എന്താണ് എനി ഫ്യൂച്ചർ വാല്യൂസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, സോ അത് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരിത്. ഓക്കെ, അത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സച്ച് ദാറ്റ് ഈ മിനിമൽ സെറ്റ് ഓഫ് ദ വേരിയബിൾസിനെ കുറിച്ചുള്ള നോളജ് അറ്റ് ടി ഈസ് ഈക്വൽ ടു t0. t0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ ടൈമായ t0യിൽ ഈ മിനിമൽ സെറ്റ് ഓഫ് വേരിയബിൾസിനെ കുറിച്ചുള്ള നോളജ് നമുക്കുണ്ട്. ഓക്കെ, ടുഗെദർ വിത്ത് ദ നോളജ് ഓഫ് ദ ഇൻപുട്ട് ഫോർ t ഗ്രേറ്റർ ദാൻ t0. ഓക്കെ, t ഗ്രേറ്റർ ദാൻ t0യിൽ ഇനീഷ്യൽ കണ്ടീഷൻ അല്ലാതെ t ഗ്രേറ്റർ ദാൻ t0യിൽ എന്ത് ഇൻപുട്സ് ആണ് കൊടുക്കുന്നതെന്നുള്ള നോളജും നമുക്കുണ്ടെങ്കിൽ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് t ഗ്രേറ്റർ ദാൻ t0യിൽ ആ സിസ്റ്റം എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് ആണ്. ഓക്കെ, ആ ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസിനെ കുറിച്ചുള്ള നോളജ് അറ്റ് ടി ഈസ് ഈക്വൽ ടു t0. t0 ആകുന്ന സമയത്ത് ആ ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് എന്താണ് എന്ന് നമുക്കറിയാമെങ്കിൽ, ഓക്കെ, ഇനി t ഗ്രേറ്റർ ദാൻ t0യിൽ എന്ത് ഇൻപുട്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് നമുക്കറിയാമെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യാം വാട്ട് വിൽ ബി ദ ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം ഫോർ t ഗ്രേറ്റർ ദാൻ t0. ഓക്കെ, സോ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ആ മിനിമൽ സെറ്റ് ഓഫ് വേരിയബിൾസ്, ഓക്കെ, ആ മിനിമൽ സെറ്റ് ഓഫ് വേരിയബിൾസിന് പറയുന്ന പേരാണ് സ്റ്റേറ്റ് വേരിയബിൾസ്. ഓക്കെ, സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ മിനിമൽ സെറ്റ് ഓഫ് വേരിയബിൾസ് വിച്ച് describes the system at any time instant. Okay, so സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ മിനിമൽ സെറ്റ് ഓഫ് വേരിയബിൾസിനെ പറയുന്നതാണ് സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന്. ഓക്കെ, ഇനി സ്റ്റേറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ വെക്റ്റർ കണ്ടെയ്നിങ് ദ സ്റ്റേറ്റ് വേരിയബിൾസ്. ഓക്കെ, സോ ഇത്രയും മനസ്സിലായോ? സ്റ്റേറ്റ് എന്താണ്, സ്റ്റേറ്റ് വേരിയബിൾസ് എന്താണ്, സ്റ്റേറ്റ് വെക്റ്റർ എന്താണ്? ഓക്കെ, സോ എനിക്കൊരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഒരു സിസ്റ്റമുണ്ട്. ഈ സിസ്റ്റത്തിലേക്ക് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് u(t) ആണെങ്കിൽ, ഓക്കെ, ഇതിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y(t) ആയിരിക്കും. ഓക്കെ,
ഇനി ഈ സിസ്റ്റത്തിന് കുറച്ച് വേരിയബിൾസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ വേരിയബിൾസിന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് വേരിയബിൾസ്. ഓക്കെ, അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ഓഫ് ടി ആണെങ്കിൽ, ഓക്കെ, സ്റ്റേറ്റ് വേരിയബിൾസ് എക്സ് ഓഫ് ടി. ഓക്കെ, യു ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് it can be u1 of t, u2 of t, u3 of t, etc. up to um of t. Okay, and y of t എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് y1 of t, y2 of t, y3 of t, etc. up to yp of t. and x of t എന്ന് പറയുന്ന എൻ്റെ സ്റ്റേറ്റ് വേരിയബിൾ. സോ ദിസ് ഈസ് ഇൻപുട്ട് വേരിയബിൾ, ദിസ് ഈസ് ഔട്ട്പുട്ട് വേരിയബിൾ, ദിസ് ഈസ് സ്റ്റേറ്റ് വേരിയബിൾ. എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ x1 of t, x2 of t, etc. up to xn of t. Okay, so ഈ സ്റ്റേറ്റ് വേരിയബിൾസിനെ കുറിച്ചുള്ള നോളജ് അറ്റ് ടി ഈസ് ഈക്വൽ ടു t0യിലും ഈ ഇൻപുട്ട് വേരിയബിൾസിനെ കുറിച്ചുള്ള നോളജ് അറ്റ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു t0യിലും ഉണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് അല്ലെങ്കിൽ വി ക്യാൻ ഡിറ്റർമൈൻ y ഓഫ് ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ t0 എന്നാണ്. അതിനെയാണ് സ്റ്റേറ്റ് ഓഫ് എ ഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇതൊരു കൺട്രോൾ സിസ്റ്റം. ഓക്കെ, ഇങ്ങനെ ഡബിൾ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ ഇൻപുട്ട് കൊടുക്കുന്നതാണ്. ഡബിൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ, ഡബിൾ ലൈൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻപുട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, എക്സ്. സോ ഇവിടെ നോക്കേണ്ടത് എക്സ് എന്ന് പറയുന്ന ആരോ താഴേക്കാണ്. മീനിങ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. അതെന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഒരു കൺട്രോൾ സിസ്റ്റം, ഒരു ഹീറ്റ് ഒരു ബോയിലർ എടുക്കുകയാണെന്ന് വെച്ചു. ഓക്കെ, ബോയിലറിനകത്തേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കും. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി വാട്ടർ. ഓക്കെ, വാട്ടറാണ് ബോയിലറിനകത്തേക്ക് കൊടുക്കുന്നതെങ്കിൽ ഓക്കെ, ആ ബോയിലറിനകത്ത് നടക്കുന്ന പ്രോസസ്സ് നമുക്ക് പല കാര്യങ്ങളും മെഷർ ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നുണ്ട്, എൻ്റെ ലെവൽ മെഷർ ചെയ്യുന്നുണ്ട്, എൻ്റെ സ്റ്റീം ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നുണ്ട്, ഓക്കെ, വാട്ടർ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം വാട്ട് ഈസ് ദ കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ വാട്ട് ഈസ് ദ കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് ബോയിലർ, അതാണ് നമുക്ക് തരുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എക്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിസ്റ്റം, ഡൈനാമിക് സിസ്റ്റം ടി ഈസ് ഈക്വൽ ടു t0യിൽ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇനീഷ്യലി എന്താണോ കൊടുക്കുന്നത് അതാണ് യു എന്ന് പറയുന്നത്. ഓക്കെ, സോ യു വിൽ ബി കണ്ടിന്യൂസ്ലി പ്രൊവൈഡഡ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം, ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ എന്താണ് സ്റ്റേറ്റ്, ഓക്കെ, അതിനകത്തുള്ള ഇനീഷ്യൽ സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്, അതാണ് ഈ എക്സ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് രണ്ടും നമുക്കറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് വൈ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലിയർ പിക്ചർ കിട്ടിയെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഇനി നമ്മൾ യു എന്ന് പറയുന്നത് ഇൻപുട്ട് വെക്റ്ററാണ്. u1 of t, u2 of t, etc. up to um of t. Okay,
ഔട്ട്പുട്ട് വെക്റ്റർ y of t is equal to y1 of t, y2 of t, etc. up to yp of t. Then state vector, state variable vector അല്ലെങ്കിൽ state vector denoted by x of t is equal to x1 of t, x2 of t up to xn of t. ഓക്കെ, സോ ഈ യു എന്താണ്, ഈ എക്സ് എന്താണ്, ഈ വൈ എന്താണ്, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനിയുള്ളത് സ്റ്റേറ്റ് ഇക്വേഷൻ. സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റേറ്റ് വേരിയബിൾസിനെ സ്റ്റേറ്റ് വേരിയബിൾ റെപ്രസെൻറ്റേഷനെ അറേഞ്ച് ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ബേസിസിലാണ്. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ഡോട്ട് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ടി എക്സ് ഓഫ് ടി ബൈ ഡി ടി ആണല്ലോ, ഈസ് എ ഫങ്ഷൻ ഓഫ് യു ഓഫ് ടി എക്സ് ഓഫ് ടി കോമ യു ഓഫ് ടി. ഓക്കെ, സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ആ സ്റ്റേറ്റിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. ഓക്കെ, അത് വിൽ ബി എ ഫങ്ഷൻ ഓഫ് എക്സ് ഓഫ് ടി കോമ യു ഓഫ് ടി ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് എനി ടൈം ടി. അതുപോലെ തന്നെ വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട്. ഓക്കെ, സോ ഔട്ട്പുട്ട് ഓൾസോ ക്യാൻ ബി എ ഫങ്ഷൻ ഓഫ് എക്സ് ഓഫ് ടി കോമ യു ഓഫ് ടി. ഓക്കെ, സോ ഇതിന് പറയുന്നതാണ് ഔട്ട്പുട്ട് ഇക്വേഷൻ. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഇക്വേഷൻ ഫോമിൽ എങ്ങനെയാണെന്ന് കാണാം. എക്സ് ഡോട്ട് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ എക്സ് ഓഫ് ടി പ്ലസ് ബി യു ഓഫ് ടി എന്നാണ് നമ്മൾ എഴുതുന്നത്. ആൻഡ് വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു സി എക്സ് ഓഫ് ടി പ്ലസ് ഡി യു ഓഫ് ടി. ഇതിനകത്ത് എ എന്ന് പറഞ്ഞാൽ സിസ്റ്റം മെട്രിക്സ്, ബി എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് മെട്രിക്സ്. ഓക്കെ, ആൻഡ് സി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് മെട്രിക്സ് ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ മെട്രിക്സ്. ഓക്കെ, ഇനി ഇതിനൊക്കെ ഓർഡർ ഉണ്ട്. ഇത് എൻ ക്രോസ് എം ആയിരിക്കും. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ലാസ്റ്റ് വാല്യൂ, എം എന്ന് പറഞ്ഞാൽ യുവിൻ്റെ ലാസ്റ്റ് വാല്യൂ. ഓക്കെ, ഇൻപുട്ട് മെട്രിക്സും അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ എൻ ക്രോസ് എൻ ആയിരിക്കും. ഓക്കെ, എക്സിൻ്റെ തന്നെ ഇത് എൻ ക്രോസ് എം ആയിരിക്കും. ഓക്കെ, സോ ഇത് എൻ ക്രോസ് എൻ ആയിരിക്കും, ഇത് എൻ ക്രോസ് എം ആയിരിക്കും, ആൻഡ് ഇത് പി ക്രോസ് എൻ ആയിരിക്കും. ഓക്കെ, ഇത് പി ക്രോസ് എം ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്, പി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൻ്റെ ലാസ്റ്റ് വേരിയബിൾ, എൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വേരിയബിളിൻ്റെ ലാസ്റ്റ് വേരിയബിൾ. അത് രണ്ടും കൂടെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് മെട്രിക്സിൻ്റെ ഓർഡർ. ട്രാൻസ്മിഷൻ മെട്രിക്സിൻ്റെ ഓർഡർ ഔട്ട്പുട്ടും ഇൻപുട്ടിൻ്റെയും ലാസ്റ്റ് നമ്പർ ഡിറ്റർമൈൻ ചെയ്യും. ആൻഡ് സ്റ്റേറ്റ് വേരിയബിളിനെ മാത്രം ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് സിസ്റ്റം മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു LTI സിസ്റ്റത്തിൻ്റെ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ഇക്വേഷനാണ് ഇത്, ആൻഡ് ഔട്ട്പുട്ട് ഇക്വേഷനാണ് ഇത്. ഓക്കെ, ഇനി pictorial representation of state equation അല്ലെങ്കിൽ
അത് സ്റ്റേറ്റ് മോഡൽ എന്ന് പറയുന്നത്. പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സ്റ്റേറ്റ് മോഡൽ എന്ന് പറയുന്നതിനെയാണ് സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് മോഡലിൻ്റെ സ്റ്റേറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് മോഡൽ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ ആൻഡ് ഔട്ട്പുട്ട് ഇക്വേഷൻ. ഔട്ട്പുട്ട് ഇക്വേഷനും സ്റ്റേറ്റ് ഇക്വേഷനും കൂടെ ചേർന്ന് വിളിക്കുന്ന വാക്കാണ് സ്റ്റേറ്റ് മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റേറ്റ് മോഡലിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ പറയുന്നതാണ് സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിലുള്ള സാധാരണ സ്റ്റേറ്റ് ഡയഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്ന ഡയഗ്രാം തന്നെയാണ്. സോ ഇവിടെ നമുക്കറിയാം ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ആണ്. ഓക്കെ, സോ ഇൻപുട്ടിലേക്ക് നമ്മളിവിടുന്ന് രണ്ട് പ്ലസ് ആണ്. ഓക്കെ, സോ ഇത് നമ്മൾ ഒരു ഇൻ്റഗ്രേറ്ററിലേക്ക് കൊടുക്കും ആൻഡ് ഔട്ട്പുട്ട് സിയിലേക്ക് കൊടുക്കും. എ ഓക്കെ, ഓക്കെ, സോ ഇവിടെ യു ഓഫ് ടി, ഇവിടെ വൈ ഓഫ് ടി. സോ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ദിസ് വിൽ ബി എക്സ് ഓഫ് ടി. ഓക്കെ, എ എക്സ് ഓഫ് ടി പ്ലസ് ബി യു ഓഫ് ടി എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ എക്സ് ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സി എക്സ് ഓഫ് ടി പ്ലസ് ഡി യു ഓഫ് ടി ആയിരിക്കും വൈ ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇത് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം. ഇനി സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇവിടെ ഒരു നോഡ് ഉണ്ടായിരിക്കും. അടുത്ത നോഡെന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ദിസ് വിൽ ബി എക്സ് ഡോട്ട് ഓഫ് ടി. ഓക്കെ, ആൻഡ് ഇവിടെ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ 1/s ആയിരിക്കും. ഓക്കെ, സോ നമുക്കിവിടെ എക്സ് ഓഫ് ടി കിട്ടും ആൻഡ് ഇവിടുത്തെ നോഡിൽ വൈ ഓഫ് ടി, ഇത് യു ഓഫ് ടി. ഓക്കെ, സോ ഇവിടെ സി. ഓക്കെ, ഇനി എ ടി. ഓക്കെ, സോ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. നിങ്ങൾ നോക്കിയാൽ അറിയാം, എ ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു യു ഓഫ് ടി ആയിരിക്കും എക്സ് ഡോട്ട് ഓഫ് ടി. അതുപോലെ തന്നെ സി ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ഡി ഇൻറ്റു യു ഓഫ് ടി ആയിരിക്കും വൈ ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് പിക്ചോറിയൽ സ്റ്റേറ്റ് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സ്റ്റേറ്റ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ ആണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക്. സോ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. See you in the next video. Bye.